ഹായ് നമസ്കാരം. എല്ലാ ദിവസത്തെയും പോലെയല്ല, ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട്. ഞങ്ങളും ഇതാ റെഡിയായിട്ട് പള്ളിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫിത്ർ സക്കാത്താണ്. രാത്രിയിൽ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിസ്കാരത്തിന് മുമ്പായിട്ട് ഞങ്ങൾ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അത് നമ്മൾ പോകുന്ന പോക്കിൽ അത് കൊടുത്തിട്ടേ പോവുള്ളൂ. ഞാനും ഞങ്ങളുടെ റൂംമേറ്റ്സ് എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇതിൻ്റെ റൂമിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു നിസ്കാരക്കുന്ന പള്ളിയുണ്ട്. അവിടെയല്ല ഞങ്ങൾ പോകുന്നത്. മാഷാ അല്ലാഹ്, ഇത് മുബാറക്. മഴ നനഞ്ഞ് രാവിലെ മഴയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം മൊത്തം അവിടെയൊക്കെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് വേറൊരു പള്ളി. അപ്പം അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേറെ ആൾക്കാരൊക്കെ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് അങ്ങ് നടന്നാൽ മതി, അപ്പം അവിടെ തന്നെ പള്ളി എത്തും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളി എത്തി. പക്ഷേ പള്ളി കയറുന്നതിന് മുമ്പാണ് ഞങ്ങളുടെ കയ്യിലുള്ള ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് ഇനി ആരെങ്കിലും നോക്കിയിട്ട് കയറണം. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നുണ്ട്. വെളിയിൽ മഴയുണ്ടെന്നല്ല. അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയുടെ വെളിയിൽ ഇറങ്ങി. ആൾക്കാരെല്ലാവരും ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളവർ എവിടെയാണെന്ന് അറിയില്ല. അവരെയും കൂടെ കണ്ടതിന് ശേഷം നേരെ റൂമിൽ പോകണം. അതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും പോയൊരു ചായ കുടിക്കണം, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. ഓക്കെ, നമ്മൾ തിരിച്ച് പണി കിട്ടി. സംഗതി എന്ന് പറഞ്ഞാൽ ഷൂ കൊണ്ടിട്ടില്ലേ, യാസിൻ്റെ ചൂട്ടിലാണ് ഇതിപ്പം. അങ്ങനെ റൂമിലുള്ള എല്ലാവരും കിട്ടിയില്ല. കിട്ടിയവരുമായിട്ട് ഞങ്ങളിതാ നേരെ ചായ കുടിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ വേറൊരാൾ പറഞ്ഞ് വേണ്ട ഇവിടെ പോവാം. അപ്പം വേറൊരാൾ പറഞ്ഞ് വേണ്ട നമുക്ക് അവിടെ പോവാം. അങ്ങനെ എന്തായിരുന്നാലും വേണ്ടില്ല, ഞാൻ അവരുടെ കൂടെ കൂടി അവർ നേരെ അങ്ങനെ ചായ കുടിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ തർക്കത്തിനൊന്നുമില്ല, എനിക്ക് എവിടെ പോയിരുന്നാലും മതി, എനിക്ക് ചായ കിട്ടിയാൽ മതി. അപ്പം രാവിലെ ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഉന്മേഷം അത് വേറെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നേരെ മാർക്കറ്റിൻ്റെ അടുത്തുള്ള മദീന റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ തർക്കമൊക്കെ മാറി നേരെ മദീന തന്നെ ഫിക്സാക്കി. അങ്ങനെ മദീനയിൽ പോകാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏകദേശം മദീന എത്താറായി. നമുക്ക് മദീനയുടെ ബോർഡ് അവിടെ കാണാം. ഓക്കെ, അവിടെ ചെല്ലണം, നല്ലൊരു ചായ കുടിക്കണം, പറ്റുമെങ്കിൽ എന്തെങ്കിലും കഴിക്കണം. അവിടെ ഞങ്ങളെ ചങ്ക് പയ്യന്മാരെല്ലാവരും ഉണ്ട്. അവർക്ക് ഈദ് മുബാറക്കും പറഞ്ഞ് നമുക്ക് ഈദ് വിശ്വസും കൊടുക്കണം. ഓക്കെ, അങ്ങനെ ചായയും കുടിച്ച് ഞങ്ങളൊരു സെൽഫി എടുത്തു. ഞങ്ങളുടെ പെരുന്നാൾ തീർന്നു. ഇനി ഉച്ചയ്ക്ക് ജുമാക്കും പോകണം. മിണ്ടാതെ ഫുഡും കഴിച്ച് കിടന്നുറങ്ങണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.